പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടുതൽ പരിചയപ്പെടലിലേക്കും മറ്റുമൊന്നും നീങ്ങാതെ നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ 4 വർഷങ്ങളിൽ ഹദീസ്, തഫ്സീർ പോലുള്ള വിഷയങ്ങളൊക്കെ വിവിധ ക്ലാസ്സുകളിൽ വിവിധ അളവുകളിൽ പഠിച്ചിട്ടുണ്ടാവും. ഖുർആനും ഹദീസും തന്നെയാണ് സകലമാന വിജ്ഞാനീയങ്ങളുടെയും മുഴുവൻ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെയും അടിത്തറ ഖുർആനും ഹദീസുമാണ്. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുത്ത വിവിധ വിജ്ഞാന ശാഖകൾ, അത് ഫിഖ്ഹായിട്ടും മറ്റു പലതായിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങൾ കൃത്യമായി പഠിച്ചു എന്ന് എനിക്ക് അത്ര അറിയാത്തതുകൊണ്ടാണ് ആ ഭാഗം വിശദമായി പറയാൻ. ഇപ്പോൾ നമ്മൾ തസവുഫ് എന്നൊരു പുതിയ വിഷയമാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. തസവുഫ് എന്ന വിഷയം നിങ്ങൾ ഒരുപക്ഷെ തസവുഫ് എന്ന പേരിൽ ആദ്യമായിട്ട് പഠിക്കുകയായി. എന്നാൽ മറ്റു പല പേരുകളിലായിട്ട് നമ്മളത് കുറെ പഠിച്ചിട്ടുമുണ്ട്. പ്രാഥമിക മദ്രസ ക്ലാസ്സുകളിൽ നമ്മൾ അഖ്ലാഖ് എന്ന പേരിൽ ഒരു വിഷയം പഠിക്കാറുണ്ട്. ഏകദേശം എല്ലാ ക്ലാസ്സിലും 3-ാം ക്ലാസ് മുതൽ മദ്രസയിൽ 2-ാം ക്ലാസ് മുതലുണ്ട് തോന്നുന്നു അഖ്ലാഖ് എന്ന വിഷയം പഠിക്കുന്നുണ്ട്. ദുറൂസുൽ ഇഹ്സാൻ എന്ന പേരിൽ വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ സാധനം തസവുഫാണ്. വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു വിജ്ഞാന ശാഖയാണ് തസവുഫ്. ഇതിന്റെ അടിസ്ഥാന നാമം ഇഹ്സാൻ എന്നതാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു യാത്രികന്റെ രൂപത്തിൽ വരികയും സഹാബാക്കളെ മുന്നിൽ അവർ കാണുന്ന രീതിയിൽ നബി തങ്ങളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് മൽ ഈമാൻ, മൽ ഇസ്ലാം, മൽ ഇഹ്സാൻ എന്നൊക്കെ ചോദിക്കുന്ന കുറെ ചോദ്യങ്ങൾ നബിതങ്ങളോട് ചോദിച്ച് നബിതങ്ങൾ മറുപടി പറയുന്ന ഒരു ഹദീസ് ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ ഹദീസിൽ പറയുന്ന 3-ാമത്തെ ചോദ്യം മൽ ഇഹ്സാൻ എന്നതായിരുന്നു. ആ ഇഹ്സാൻ എന്താണ് എന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്ന മറുപടി അൻതഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക എന്നായിരുന്നു. അള്ളാഹുവിനെ നീ ആരാധിക്കുന്നത് നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്ന നിലക്കായിരിക്കണം. നീ അള്ളാഹിനെ കാണുന്നില്ല എങ്കിൽ പോലും അവൻ നിന്നെ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് നീ റബ്ബിന്റെ മുമ്പിൽ നീ റബ്ബിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന രീതിയിലായിരിക്കണം ആരാധന നിർവഹിക്കേണ്ടത്. അങ്ങനെ ആരാധന നിർവഹിക്കുന്നതിനാണ് ഇഹ്സാൻ. ഈ ഇഹ്സാനാണ് യഥാർത്ഥത്തിൽ തസവുഫ്. അപ്പൊ ഹദീസിന്റെ ഭാഷയിൽ ഇഹ്സാൻ എന്നാണ് ഈ വിജ്ഞാന ശാഖയ്ക്ക് പേര് പറയപ്പെടുന്നത് എന്നർത്ഥം. അങ്ങനെയുള്ള ഇഹ്സാനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഇഹ്സാന്റെ പ്രതിഫലം ഇഹ്സാൻ അല്ലാതെ മറ്റെന്താണ്? ഇഹ്സാൻ തന്നെയാണ് പ്രതിഫലമായിട്ടും അല്ലാഹു നൽകുന്നത്. അപ്പോൾ ഇഹ്സാൻ എന്ന ഈ കാര്യമാണ് പിന്നീട് തസവുഫ് എന്ന പേര്, അഖ്ലാഖ് എന്ന പേര് ഒക്കെ വിവിധ വിജ്ഞാന രീതികളായിട്ട് പിൽക്കാലത്ത് വന്നത്. തസവുഫ് എന്ന് പറയുമ്പം നിങ്ങൾ സൊഫൊക്കെ പഠിച്ചവരാണ്. സൊഫ യസ്ഫു, സൊഫ ആ മാത്തയിൽ നിന്നാണ് തസവുഫ് വരുന്നത്. തെളിഞ്ഞു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പോൾ മനസ്സിന്റെ തെളിവ്, ഇവിടെ കേവലം തെളിവ് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ തെളിവാണ് സൊഫ ഉൽ ഖൽബ്. ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അവന്റെ ഖൽബാണ്. അതാണ് അവൻ എന്ന് പറയുന്ന സാധനം. പക്ഷെ അത് വഴിയെ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടാവും. അതാണല്ലോ മനുഷ്യൻ യഥാർത്ഥത്തിൽ. അത് വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അല്ലാഹു ആത്മാവിനെ സത്യം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വനഫ്സിൻ വമാ സവ്വാഹ, എന്നിട്ട് ആ നഫ്സിനെ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ,
അതിന്റെ സൽവഴിയും അതിന്റെ ദുർവഴിയും ദുർനടപ്പും രണ്ടും കാണിച്ചു കൊടുക്കും. ഒരു നഫ്സിന്റെ മുമ്പിൽ രണ്ട് വഴികൾ അല്ലാഹു കാണിച്ചു കൊടുക്കും. എന്നിട്ട് കുറെ ആ നഫ്സിനെ തസ്കിയത്ത് ചെയ്തവൻ വിജയിച്ചു, അതിനെ സംസ്കരിക്കാതെ മുന്നോട്ട് പോയവൻ, അതിനെ മലിനപ്പെടുത്തിയവൻ പരാജയപ്പെട്ടു. ഈ തസ്കിയത്ത്, അതാണ് ഈ തസവുഫ്. തസ്കിയത്ത് നഫ്സാണ് തസവുഫിന്റെ അടിസ്ഥാന ലക്ഷ്യം. ഈ തസവുഫ് നേരത്തെ ഞാൻ പറഞ്ഞു സഫാ മാതയിൽ നിന്നാണ് വന്നത്. ഇനി അതല്ല, സൂഫ് എന്ന പദത്തിൽ നിന്നാണ് വന്നത് എന്ന് പറയുന്ന ഭാഷാ പണ്ഡിതന്മാരുമുണ്ട്. സൂഫ്, നമ്മുടെ ഈ ആടിന്റെ രോമത്തിനാണ് സൂഫ് എന്നൊക്കെ പറയാം. രോമം എന്നർത്ഥം. രോമത്തിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്നവരായിരുന്നു സൂഫിയാക്കൾ. അത്തരം രോമവസ്ത്രങ്ങൾ പൊതിച്ച് ഏകാന്ത പതികരായി നിൽക്കുന്ന ആളുകളായതുകൊണ്ട് അതിൽ നിന്നുള്ള പേര് ഈ വിജ്ഞാന ശാഖക്ക് വന്നതാണ് എന്നൊക്കെയുള്ള വിവിധ പണ്ഡിത അഭിപ്രായങ്ങൾ ഇതിന്റെ പദോൽപത്തിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും. കൂടുതൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മൊത്തത്തിൽ ഈ തസവുഫ് എന്ന് പറയുമ്പോൾ, നമ്മൾ തസവുഫ് സൂഫി എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കണ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ആൾക്കാർക്കൊന്നും മനസ്സിലാവാത്ത കുറെ സിദ്ധാന്തങ്ങൾ ഇങ്ങനെ പറയാം, കുറെ ദുർഗ്രാഹ്യമായ ആശയങ്ങൾ ജനങ്ങളോട് ഇങ്ങനെ പറയാം. ചില സമയത്ത് ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ചു പറയാം, ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ ആള് സൂഫിയായി, അയാള് വലിയ തസവുഫിന്റെ ആളായി എന്ന് പറയാം. ഇങ്ങനെയുള്ള കുറെ മിഥ്യാധാരണകൾ നമ്മുടെ കരുത്തിലുണ്ടാവും തസവുഫിനെ കുറിച്ച്. തസവുഫ് സൂഫി എന്ന് പറഞ്ഞാൽ, തസവുഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും പ്രാപ്യമല്ലാത്ത എന്തോ ഒരു സാധനം. നമുക്കൊക്കെ ഫിഖ്ഹ് മാത്രമേ കഴിയുള്ളൂ, തസവുഫ് എങ്ങനെ നമുക്ക് കഴിയും? സൂഫിയാകുമ്പോൾ നമുക്ക് പറ്റൂലല്ലോ. അപ്പൊ ഒരു സൂഫിയാവുക, തസവുഫ് സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിങ്ങനെ ഒരു സമൂഹത്തിലെ പ്രത്യേകതരം ആളുകൾക്ക് മാത്രം സാധ്യമാകുന്ന, നമുക്കൊന്നും പ്രാപ്യമല്ലാത്ത, എന്തോ ഒരു തരം എന്താണ് പറയാ, സക്രിയമല്ലാത്ത, സമൂഹത്തിൽ നിന്നൊക്കെ മാറി മറ്റൊരു വഴിയിൽ സഞ്ചരിക്കുന്ന ഒരാളായിട്ടൊക്കെയാണ് നമ്മുടെ മനസ്സിൽ അതിനെ രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ടാവുക. ഇത്തരം ധാരണകളെയൊക്കെ പൊളിച്ചെടുക്കുക എന്നതാണ് നമ്മുടെ ഈ പഠനത്തിന്റെ ഉദ്ദേശം തന്നെ. തസവുഫ് യഥാർത്ഥത്തിൽ ഉന്നതമായ സ്വഭാവ മൂല്യങ്ങളാണ്. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അങ്ങ് ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. ആ ഉത്തമമായ സ്വഭാവത്തെ സ്വീകരിക്കുക എന്നതാണ് തസവുഫ് എന്ന് പറയുന്നത്. ഉത്തമമായ സ്വഭാവങ്ങളുടെ ആകത്തുക ആണ് തസവുഫ് എന്ന് സൂഫിയാക്കൾ പ്രമുഖനായ മഹാനായ ഇപ്പൊ അടുത്ത കാലത്ത് വഫാത്തായി പോയ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ സാലിഹ് ഹലബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. അതായത് സൽസ്വഭാവങ്ങളുടെ ആകത്തുകയാണ് തസവുഫ്. ഒരു മനുഷ്യന്റെ സ്വഭാവം എത്രത്തോളം നന്നാവുന്നുവോ അത്രത്തോളം സൂഫിസം കൂടും. സൽസ്വഭാവിയായ മനുഷ്യരിക്കാണ് സൂഫി എന്ന് പറയാൻ അർത്ഥം. അപ്പൊ വിശുദ്ധ ശറഅ് അംഗീകരിക്കുന്ന സൽസ്വഭാവം, സൽസ്വഭാവം എന്ന് പറഞ്ഞാല് നമ്മൾ കണക്കാക്കിയതല്ല സൽസ്വഭാവം എന്ന് പറയുന്നത്. ഒരു സ്വഭാവത്തിന്റെ എന്നല്ല ഏതൊരു കാര്യത്തിന്റെയും നന്മയും തിന്മയും തീരുമാനിക്കുന്നത് ശറഅാണ്, നമ്മളല്ല. അപ്പം ഇസ്ലാമിക ശരീഅത്ത് അല്ലാഹുവിന്റെ റസൂൽ അംഗീകരിച്ചിട്ടുള്ള സൽസ്വഭാവങ്ങൾ, ആ സൽസ്വഭാവങ്ങളെ പൂർണ്ണമായി സ്വീകരിക്കുക എന്നതാണ് തസവുഫ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയാൻ പറ്റും. ഒരു സമ്പൂർണ്ണ മനുഷ്യരാകുക എന്നുള്ളതാണ് സൂഫിയാവുക എന്നതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ അൽ ഇൻസാനുൽ കാമിൽ, കാമിലായ മനുഷ്യനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ കമാലിയത്തിലേക്ക് എത്താൻ കഴിയില്ല, അത് മറ്റൊരു കാര്യം. ആ കമാലിയത്തിലേക്ക് നമുക്ക് എത്രത്തോളം അടുക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം അയാൾ സൂഫിയായിരിക്കും എന്നർത്ഥം. അപ്പൊ സൂഫി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കും മനസ്സിലാവാത്ത എന്തൊക്കെയോ സംസാരിക്കുന്ന, ആഴ്ചകളോളം ഇങ്ങനെ കുളിക്കാതിരിക്കുന്ന, അലക്കാത്ത വസ്ത്രങ്ങൾ ധരിക്കുന്ന, കുറെ പച്ചയും ചുവപ്പും ഒക്കെ ആയിട്ട് വിവിധ കളറുകളിലുള്ള മേൽവസ്ത്രങ്ങൾ മുകളിലൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്ന, ആളുകളോടൊന്നും മിണ്ടാതിരിക്കുന്ന, ഇങ്ങനെയുള്ള കുറെ വൈശിഷ്ട്യങ്ങളുള്ള ഒരാളാണ് സൂഫി എന്ന ചിന്താഗതി തന്നെ മാറ്റിയെടുക്കണം. അങ്ങനെയൊക്കെ ഒരു സൂഫിക്കാവാം, ആവാതിരിക്കണം. അത് സൂഫി അല്ലാത്ത ആൾക്കുമാകാം. പറഞ്ഞതിന്റെ ആശയം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അത്തരം ആളുകളെയൊക്കെ ആക്ഷേപിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഒരാളുകളോട് ഇങ്ങനെ മിണ്ടാതിരിക്കണം.
ഉണ്ടാതിരിക്കുന്നതുകൊണ്ട് സൂഫി ആയിക്കോളും. സൂഫി അല്ലാത്ത അള്ളാഹും ഉണ്ടാതിരിക്കാം, സൂഫിക്കും ഉണ്ടാതിരിക്കാം. ഒരാള് കുറെ ദിവസം ഇങ്ങനെ കുളിക്കാതെ ഇങ്ങനെ ഇരിക്കുക, അത് സൂഫി അല്ലാത്തവർക്ക് കുളിക്കാതിരിക്കാം, സൂഫിക്കും ഒരു പക്ഷേ കുളിക്കാതിരിക്കാം. അങ്ങനെയുള്ള നമ്മൾ പൊതുവെ കാണുന്ന അങ്ങനെ കുറെ സ്വഭാവ രീതികളുണ്ട്, കുറെ നടപ്പ് രീതികളുണ്ട്. ആ രീതികൾ സൂഫി അല്ലാത്ത ഒരാൾക്കും ആ രീതികളൊക്കെ സ്വീകരിക്കാം, സൂഫിക്കും സ്വീകരിക്കാം. അപ്പൊ അതൊന്നുമല്ല സൂഫിസം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഭാവനം ചെയ്ത സ്വഭാവ മൂല്യങ്ങളെ തന്റെ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ സ്വാംശീകരിക്കുക എന്നതാണ് തസവ്വുഫ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വിഷയം പഠിക്കുന്ന കൂട്ടത്തിൽ അത്തരം കുറെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇങ്ങനെയുള്ള തസവ്വുഫിന്റെ വിഷയത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം. അസംഖ്യം ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിലുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട മാസ്റ്റർ പീസ് ഗ്രന്ഥം എന്ന് പറയാൻ പറ്റുന്ന ഒന്നാണ് മഹാനായ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് മുഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു നിർവഹിച്ചിട്ടുള്ളത്. ഗസാലി ഇമാമിന്റെ പേരിൽ നമ്മൾ കാലങ്ങളായി കേൾക്കുന്നതാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രത്യേകത, ഞാൻ എന്റെ പേര് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മുഹമ്മദ് ബിൻ മുഹമ്മദ്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദാണ്, പിതാവിന്റെ പേര് മുഹമ്മദാണ്, പ്രപിതാവിന്റെ പേരും മുഹമ്മദാണ്. നമുക്കൊന്നും ചിലപ്പോൾ അങ്ങനെ പരിചയം ഉണ്ടാവില്ല. സ്വന്തം പേര് നമ്മൾ മക്കൾക്ക് ഇടൂല, പൊതുവെ എല്ലാവരും അങ്ങനെയാണല്ലോ. അവനാന്റെ പേര് പിന്നെ മക്കൾക്ക് ഇടൂലല്ലോ. എന്നാൽ പഴയ കാലത്തെ രീതി അങ്ങനെയല്ല. തന്റെയും തന്റെ പിതാവിന്റെയും പിതാമഹന്റെയും പേര് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഗസാലി. ഗസാലി എന്ന പദം ഗസല് നിന്ന് വന്നതാണ്. ഗസൽ എന്ന് പറഞ്ഞാൽ ഈ നൂല് നൂൽക്കുന്നതിനാണ് അറബിയിൽ ഗസൽ എന്ന് പറയുന്നത്. ഈ പിന്നെ ചർക്കയിലൊക്കെ നൂല് നൂൽക്കുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ നൂല് നൂറ്റുകൊണ്ട് ജീവിതം നയിക്കുന്നവരായിരുന്നു ആ കുടുംബം. ഗസാലിമാർ നേരെ നൂല് നൂറ്റിയ ആളൊന്നുമല്ല. അങ്ങനെ ഗസാലി, ശരിക്കും ഗസാലി എന്നല്ല ഗസാലി എന്നാണ് പേര്. ഭാഷാപരമായിട്ട് ഗസാലി എന്നാണ്. പക്ഷെ ആളുകളുടെ നാവിൽ മഷ്ഹൂറായത്, പൊതുവെ ലോകത്തെല്ലാവരും ഗസാലി എന്ന് ശബ്ദ ചെയ്തുകൊണ്ടാണ് പറയാറുള്ളത്. ഭാഷാപരമായിട്ട് ശരിക്കും ശബ്ദില്ല, ഗസാലി എന്ന് മാത്രമാണ്. പക്ഷെ വ്യാപകമായിട്ടുള്ള ഉപയോഗം ഗസാലി എന്നായതുകൊണ്ട് നമ്മൾ ഗസാലി എന്ന് പറയും. ആ അർത്ഥത്തിൽ തെറ്റല്ല എന്ന് പറയാം. എല്ലാവരും ഉപയോഗിക്കുന്നത് അതാണ് എന്ന്. ഭാഷാപരമായിട്ട് ഗസാലി എന്നാണ് ശരി. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിസ്ബ അദ്ദേഹത്തിന് വരുന്നത്, ഗസാലി എന്ന നിസ്ബ. അദ്ദേഹം നൂല് നൂൽക്കാൻ പോയ ആളൊന്നുമല്ല എന്നുള്ളത് മനസ്സിലായി. ഇമാം ഗസാലി തങ്ങൾ ജനിക്കുന്നത് ഹിജറ 450 ഹിജറ 450 ജനിക്കുന്നത് തൂസ് എന്ന സ്ഥലത്താണ്. ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കണം. തൂസ് എന്ന് പറഞ്ഞാൽ ഇന്നും ആ സ്ഥലത്തിന്റെ പേര് തൂസ് എന്ന് തന്നെയാണ്. ഇറാനിലെ ഖുറാസാൻ പ്രവിശ്യയുടെ അറ്റത്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തുർക്കുമാനിസ്ഥാന്റെ അതിർത്തി പ്രദേശം. തുർക്കുമാനിസ്ഥാൻ ഇറാൻ അതിർത്തി പ്രദേശത്താണ് തൂസ് എന്ന പ്രദേശം വരിക. അത് പഴയകാലത്ത് ഖുറാസാൻ പ്രവിശ്യയുടെ ഭാഗമാണ്. അബ്ബാസി ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ലോകത്ത് പ്രസിദ്ധമായ 10-13 പ്രവിശ്യകളുണ്ട്. ആ 13ഓളം പ്രവിശ്യകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവിശ്യയാണ് ഖുറാസാൻ. ഇന്നും ഇറാനിൽ ഖുറാസാൻ ഭാഗം എന്ന് പറയുന്നത് പ്രസിദ്ധം തന്നെയാണ്, ലോകത്ത് മൊത്തം പ്രസിദ്ധമല്ലെങ്കിൽ പോലും. ഈ ഖുറാസാൻ പ്രവിശ്യയുടെ ഭാഗമാണ് തൂസ് എന്ന പ്രദേശം. ആ തൂസിലാണ് ഇമാം ഗസാലി തങ്ങൾ ജനിക്കുന്നത് 450. അദ്ദേഹം ചെറുപ്പകാലം കഴിഞ്ഞ ശേഷം പഠനം നടത്താൻ വേണ്ടിയിട്ട് നൈസാബൂറിലേക്ക് വരികയാണ്. നൈസാബൂർ എന്ന് പറയുന്നതും ഖുറാസാന്റെ ഭാഗം തന്നെയാണ്, തൂസിന്റെ അടുത്ത ഭാഗം തന്നെയാണ്. നൈസാബൂറിൽ മഹാനായ ഇമാമുൽ ഹറമൈനി അധ്യാപനം നടത്തുന്ന സ്ഥലമാണ്. ഇമാമുൽ ഹറമൈനിയുടെ സമീപത്ത് നിന്നാണ്, അദ്ദേഹത്തിൽ നിന്നാണ് ഇമാം ഗസാലി തങ്ങൾ ദീർഘകാലം പഠനം നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഇമാം ഗസാലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുവര്യനാണ് ഇമാമുൽ ഹറമൈനി തങ്ങൾ.
അപ്പൊ ഇമാമുൽ ഹറമൈനിന്റെ സമീപത്ത് വെച്ച് ദീർഘകാലം അദ്ദേഹം ദീനീ പഠനം അഭ്യസിക്കുകയാണ്. ആ കാലഘട്ടം നമ്മൾ ഓർക്കണം, അന്ന് സൽജൂക്കികളുടെ കാലഘട്ടമാണ്. സൽജൂക്കികൾ എന്ന് പറഞ്ഞാൽ അബ്ബാസിയ ഖിലാഫത്തിന്റെ ഒരു ആദ്യ കാലഘട്ടം കഴിഞ്ഞ് പിന്നൊരു ഷീഇ സ്വാധീനം ഏറെക്കാലം നിലനിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, ബനു ഉമയ്യകളുടെ കാലഘട്ടം. അത് കഴിഞ്ഞ് സൽജൂക്ക്, ബനു സൽജൂക്കിന്റെ ആധിപത്യത്തിന്റെ കാലഘട്ടം വന്നു. അന്നത്തെ ഖിലാഫത്ത് അബ്ബാസിയ തന്നെയാണെങ്കിലും സുൽത്താൻമാർ ഭരണം നടത്തുന്നത് സൽജൂക്കിയരാണ്. അവരൊരു സുന്നി രീതിയിലുള്ള ആളുകളാണ് സൽജൂക്കികൾ. ഈ സൽജൂക്കികളുടെ കാലഘട്ടത്തിലാണ് ഇമാം ഗസാലി തങ്ങൾ ജീവിക്കുന്നത്. അബ്ബാസിയ ഖിലാഫത്ത് എന്ന് പറയാൻ ചരിത്രത്തിന്റെ ഭാഗമാണ്, ഞാൻ അങ്ങോട്ട് കൂടുതൽ പ്രവേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞെന്തിനാന്ന് വെച്ചാല് സൽജൂക്കികളുടെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു ഭരണാധികാരികളാണ് അലബ് അർസലാനും മലിക് ഷാഹും. ഈ അലബ് അർസലാന്റെയും മലിക് ഷാഹിന്റെയും കാലത്ത് മന്ത്രിയായിരുന്നയാളാണ് നിസാമുൽ മുൽക്ക്. അത് പറയാൻ വേണ്ടി ഞാനിത് പറഞ്ഞു. നിസാമുൽ മുൽക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹത്തിന്റെ ഈ നിസാം എന്ന പേരിൽ നിന്നാണ് പലയാതി സംഗതികളും ലോകത്ത് പിന്നെ വന്നത്. അൽ മദ്രസത്തുൽ നിസാമിയ എന്ന് പറയുന്ന ബഗ്ദാദിലെ പ്രധാനപ്പെട്ട സ്ഥാപനം, അബ്ബാസി ഖിലാഫത്തിന്റെ കാലത്ത് ബഗ്ദാദിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് അൽ മദ്രസത്തുൽ നിസാമിയ. അത് നിസാമുൽ മുൽക്ക് ഉണ്ടാക്കിയതാണ്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യയിലൊക്കെ നമ്മുടെ ലക്നൌവിലും മറ്റുമൊക്കെ നിസാമി സംവിധാനങ്ങൾ വന്നത്. നിസാമിയ സർവകലാശാല ഇന്ത്യയിൽ നിന്ന് പ്രസിദ്ധമായ സർവകലാശാലയാണല്ലോ. ദർസ് സിലബസിനെ കുറിച്ച് നിസാമി സിലബസ് എന്ന് പറയാറുണ്ട്. നിസാമിയ സിലബസ് എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലുള്ളതാണ്. പക്ഷെ അതിന്റെയും അസ്ല് കടക്കുന്നത് ബഗ്ദാദിലെ മദ്രസത്തുൽ നിസാമിയയുമായിട്ടാണ്. ഈ നിസാമുൽ മുൽക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ സംഭവങ്ങളൊക്കെ. ഞാൻ ആ ചരിത്രത്തിന്റെ ആ ഭാഗത്തേക്ക് ഇനി കടക്കുന്നില്ല. ഈ നിസാമുൽ മുൽക്കിന്റെ വിദ്വൽ സദസ്സുകൾ, അദ്ദേഹത്തിന്റെ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സദസ്സിൽ എമ്പാടും ഉലമാക്കൾ ഉണ്ടാകുമായിരുന്നു. വിവിധ മദ്ഹബുകളിലെ ഉലമാ, മറ്റ് സാഹിത്യകാരന്മാർ, നഹ്വ് സറഫിന്റെ ആളുകൾ, മറ്റുള്ള ഇങ്ങനെ വിവിധ വിജ്ഞാന ശാഖകളുടെ മഹാപണ്ഡിതന്മാർ ഒരുമിച്ച് കൂടുന്ന സദസ്സുണ്ടായിരുന്നു നിസാമുൽ മുൽക്കിന്റെ സദസ്സ്. അവിടെ ഉലമാന്റെ ചർച്ചകൾ ഉണ്ടാകും, മുനാദറകൾ ഉണ്ടാവും, അങ്ങനെ ഡിബേറ്റ് ഉണ്ടാകുമെന്നർത്ഥം. ഇതൊക്കെ നടക്കുന്ന, അതിനൊക്കെ അവസരം കൊടുക്കുന്ന തുറന്ന വേദിയായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നു. അബ്ബാസിയ ഖിലാഫത്തിൽ പല ഖലീഫ്മാരുടെയും കാലഘട്ടത്തിൽ അങ്ങനെ ചരിത്രത്തിൽ കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ അബ്ബാസികളുടെ ആ സമീപനമായിരുന്നു ലോകത്ത് 4 മദ്ഹബുകൾ ഇത്രത്തോളം വികാസം പ്രാപിക്കാനുള്ള കാരണത്തിൽ. കാരണം മദ്ഹബിന്റെ ഇമാമുകളുടെയും അവരുടെ അനുയായികളുടെയും ഒക്കെ കൃത്യമായ ഡിബേറ്റുകൾ അവരുടെ സദസ്സുകളിൽ വെച്ച് നടക്കാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, ഇമാം ഗസാലി തങ്ങൾ നിസാമുൽ മുൽക്കിന്റെ ഈ സദസ്സുകളിൽ, ഈ ഇൽമിയ സദസ്സിൽ വലിയ താരമായിട്ട് ഉദയം ചെയ്തു. വിവിധ വിജ്ഞാന ശാഖകൾ കൈകാര്യം ചെയ്യുന്ന വലിയ ഒരാളായിട്ട് ഇമാം ഗസാലി അവിടുന്ന് മാറുകയാണ്. അങ്ങനെ ഗസാലി ഇമാമിന്റെ വിജ്ഞാനവും അദ്ദേഹത്തിന്റെ കഴിവും കണ്ടുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മദ്രസത്തുൽ നിസാമിയ, ബഗ്ദാദിലെ മദ്രസത്തുൽ നിസാമിയയുടെ മേധാവി, നമ്മൾ ഇന്നത്തെ കാലത്തെ നമ്മൾ പ്രിൻസിപ്പാൾ എന്നൊക്കെ പറയുന്ന പോലെ ആ പദവി ഇമാം ഗസാലിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഇമാം ഗസാലി തങ്ങൾ മദ്രസത്തുൽ നിസാമിയയുടെ മേധാവിയായിട്ട്, പ്രിൻസിപ്പാൾ അതൊന്നും അന്ന് പേരുണ്ടാവില്ല, നമുക്ക് ചെയ്യാൻ വേണ്ടി പറയാം, പ്രിൻസിപ്പാളായിട്ട് ഇമാം ഗസാലി തങ്ങൾ അവിടെ സേവനം ചെയ്യാം. അങ്ങനെ ഹിജ്റ 489 വരെ അദ്ദേഹം ഇവിടെ ഉണ്ട്, ഈ പറയുന്ന നിസാമിയ മദ്രസയിലുണ്ട്. പിന്നീട് അദ്ദേഹം ഈ മേഖലയൊക്കെ വിട്ടു. അദ്ദേഹത്തിന് പൂർണ്ണമായി ഈ കൂടുതൽ ജനങ്ങളുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുന്ന ഒരു രീതിയില്ലാതെ അദ്ദേഹത്തിന്റെ ചിന്തകൾ മറ്റൊരു വഴിയിലേക്ക് നീങ്ങാണ്. ആത്മസംസ്കരണത്തിന്റെ വേദി മാത്രം, മറ്റു കാര്യങ്ങൾ സമയം ചെലവഴിക്കുന്നത് വെറുതെയാണ്. അതുകൊണ്ട് അത്തരം മേഖലയിലേക്ക് അദ്ദേഹം നീങ്ങാണ്. പക്ഷെ ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഓർക്കണം, ഇമാം ഗസാലി തങ്ങൾ കുറിച്ച് ഹുജ്ജത്തുൽ ഇസ്ലാം എന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് പറയുന്നത്. ഹുജ്ജത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ തെളിവ്, ഇസ്ലാമിന്റെ ഹുജ്ജത്ത് എന്നാണ് പറയുന്നത്. കാരണം അന്ന് ലോകത്ത് ഗ്രീക്ക് ഫിലോസഫി ഏറ്റവും കൂടുതൽ വളർന്നു വരികയാണ്. ഗ്രീക്ക് ഫിലോസഫി അങ്ങനെ ഫൽസഫ ലോകത്ത് ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ മുസ്ലിം പക്ഷത്തു നിന്ന് അതിനെ പ്രതിരോധിക്കാൻ പോലും ആരുമില്ല. അവിടെ ഇസ്ലാമിക് ഫിലോസഫി എന്ന് പറയുന്ന പുതിയൊരു വിജ്ഞാന ശാഖയെ അവതരിപ്പിക്കുകയായിരുന്നു ഇമാം ഗസാലി തങ്ങൾ. തഹാഫുത്തുൽ ഫലാസിഫ എന്ന് പറയുന്ന ഫിലോസഫിയുടെ അപജയങ്ങളെ അദ്ദേഹം തുറന്നു കാണിച്ചുകൊണ്ട് വലിയൊരു ഗ്രന്ഥരചന നടത്തുകയാണ്. ലോകത്ത് മഹാസംഭവമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇമാം ഗസാലിക്ക് ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന പേര് അദ്ദേഹത്തിന് വരുന്നത്. അങ്ങനെയുള്ള ആളുകളോട്, യുക്തിവാദികളോട് ഒക്കെ സധൈര്യം നേരിടുന്ന
ഒരു വ്യക്തിയായിട്ടാണ് ഇമാം ഗസാലി തങ്ങൾ മദ്രസ നിളാമിയയിൽ അങ്ങനെ ശോഭിച്ചു നിൽക്കുന്നത്. പിന്നീട് അദ്ദേഹം ഇതൊക്കെ വിട്ടൊഴിഞ്ഞിട്ടൊരു യാത്ര പോവുകയാണ്. അദ്ദേഹം ഡെമസ്കസിലേക്ക് യാത്ര പോവാണ്. ഇതര 459 മുതൽ അദ്ദേഹം ഡെമസ്കസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗം, ഖുദ്സിന്റെ ഭാഗം, ഇവിടെയൊക്കെ അദ്ദേഹം അങ്ങനെ യാത്ര ചെയ്തു. ആ യാത്രക്കിടയിലാണ് അദ്ദേഹം ഇഹ്യാഉൽ ഉലൂം രചിക്കുന്നത്. മനസ്സിലാക്കണം, ഖുദ്സിൽ നിന്നാണ്, ബൈത്തുൽ മുഖദ്ദസിൽ ഇരുന്നുകൊണ്ടാണ് ഇഹ്യാഉൽ ഉലൂം പൂർണ്ണമായി രചിച്ചത് എന്ന് പറയുന്ന ചരിത്രകാരന്മാരുണ്ട്. അതല്ല, ആ യാത്രക്കിടയിൽ പലപ്പോഴായിട്ടാണ് എത്തിത്തീർത്തത് എന്ന് പറയുന്നവരുമുണ്ട്. ഏതാണ് ശരിയെന്നും നമുക്ക് പറയാനൊന്നും കഴിയില്ല. ഏതായാലും അദ്ദേഹത്തിന്റെ മദ്രസത്തുൽ നിളാമിയിലെ കാലം കഴിഞ്ഞുള്ള യാത്രയിലാണ് അദ്ദേഹം ഇഹ്യാഉൽ ഉലൂം എഴുതുന്നത്. ഇമാം ഗസാലി തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മാസ്റ്റർ പീസ് ഗ്രന്ഥമാണ് ഇഹ്യാഉൽ ഉലൂം. ഈ ഇഹ്യാഉൽ ഉലൂം 4 വാള്യങ്ങളായിട്ടാണുള്ളത്. 4 വാള്യങ്ങളിൽ മാത്രമല്ല 4 പാർട്ടുകൾ കൂടിയാണത്. അതിന്റെ 4 ക്വാർട്ടറുകൾ ഇബാദത്ത്, ആദാത്ത്, മുഹ്ലിക്കാത്ത്, മുൻജിയാത്ത് എന്നൊക്കെ പറയും. അതിലൊന്ന് ഇബാദത്തുകളെ കുറിച്ചാണ്. ഇൽമിന്റെ പ്രാധാന്യം ഒക്കെ പറഞ്ഞു തുടങ്ങി. നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, ഇതിന്റെ അസ്റാർ പറയുന്ന, സാധാരണ നമ്മൾ ഫിഖ്ഹിൽ പറയുന്ന ശൈലിയല്ല. അങ്ങനെയുള്ള ഒരു വലിയ ഭാഗമാണ് ഇബാദത്തിന്റെ ഒരു ഭാഗമുണ്ട്. പിന്നെ സാധാരണ ആദാത്തുകൾ, അതിൽ നമ്മുടെ നിക്കാഹ് പോലുള്ള കാര്യങ്ങൾ വരും, മുആമലാത്ത്, നമ്മുടെ ഇടപാടുകൾ വരും, അത്തരം കുറെ കാര്യങ്ങളൊക്കെ അതിൽ വരും. ആദാത്ത്. മറ്റൊന്ന് മുഹ്ലിക്കാത്ത് എന്ന് പറയും, മനുഷ്യനെ നശിപ്പിക്കുന്ന, മനുഷ്യന്റെ ഇൻസാനിയത്തിനെ നശിപ്പിക്കുന്ന സാധനങ്ങൾ, അഥവാ അംറാദുൽ ഖുലൂബുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ, കിബ്ർ, ഉജ്ബ്, റിയാ, സുൽഫത്ത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അസംഖ്യം സാധനങ്ങളെ കുറിച്ച്, മനുഷ്യന്റെ ആഖിറ നശിപ്പിക്കുന്ന സാധനങ്ങൾ, മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന മുൻജിയാത്ത് എന്ന് പറയും. അതാണ് മറ്റൊരു പാർട്ട്. ഇങ്ങനെ 4 പാർട്ടാണ് യഥാർത്ഥത്തിൽ ഇഹ്യാഉൽ ഉലൂം. വളരെ വിശാലമായ ഗ്രന്ഥമാണ്. ചിന്തകളെയാണ് യഥാർത്ഥത്തിൽ ഇഹ്യാ പിന്നെ അഭിസംബോധന ചെയ്യുന്നത്, അഡ്രസ് ചെയ്യുന്നത്. നമ്മുടെ നേരെ ചെവിയോടല്ല, നമ്മുടെ ചിന്തകളോട് സംസാരിക്കുന്ന ശൈലിയാണ് ഇമാം ഗസാലി തങ്ങൾക്കുള്ളത്. അത് തസവുഫ് മൊത്തത്തിൽ അങ്ങനെയാണ്. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റാനാണ് യഥാർത്ഥത്തിൽ തസവുഫ്. നമ്മുടെ സമീപന രീതികളും കാഴ്ചപ്പാടുകളും നമ്മൾ അറിയാതെ മാറണം. തസവുഫിൽ കുറെ ചെയ്യുക എന്നതിനപ്പുറം കുറെ ചിന്തിക്കുക. ഞാൻ അങ്ങനെ ചെയ്യുന്നതിൽ എന്താണ് അർത്ഥം, ഞാൻ അവിടെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, അതല്ലെങ്കിൽ എന്റെ ആ വിഷയത്തിലുള്ള സമീപനം, ഇതൊക്കെ മാനസികമായ സംഗതികളാണ്. മറ്റുള്ളവർക്ക് എപ്പോഴും ഇങ്ങനെ പ്രസരിപ്പിക്കുന്ന, എല്ലായിടത്തിലും ഇങ്ങനെ പ്രസരിപ്പിച്ചുകൊണ്ടായിരിക്കുന്ന ഒരു സാധനമല്ല ഈ തസവുഫ്. അത് മനുഷ്യന്റെ ഒരു ചിന്താ രീതിയാണ്, മനുഷ്യന്റെ ജീവിത രീതിയാണ്. ഇസ്ലാം യഥാർത്ഥത്തിൽ കുറെ വർത്താനം പറയാന്നുള്ളതല്ല, കുറെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒറ്റ വാക്ക് പറഞ്ഞാൽ അങ്ങനെ പറയാം. മൻ സ്വമത്ത നജ എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ്, മിണ്ടാതിരുന്നാൽ രക്ഷപ്പെട്ടു. നമ്മളൊരു സ്ഥലത്ത് സംസാരിച്ചാൽ ചിലപ്പോൾ നമ്മൾ കുടുങ്ങും, മിണ്ടാതെ നന്നായി ഓടി കുടുങ്ങും. അപ്പൊ കുറെ സംസാരിക്കുക എന്നതല്ല, കുറെ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് തസവുഫിന്റെ ഒരു അടിസ്ഥാന വിഷയം എന്ന് പറഞ്ഞത്. പിന്നെ ഞാനൊരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുള്ളത് മഹാനായ ശിഹാബ് തങ്ങൾ. ഒരു വലിയ സൂഫിയായിരുന്നു അദ്ദേഹം. നമ്മൾ പറയും ശിഹാബ് തങ്ങൾ സൂഫി എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയത്. യഥാർത്ഥത്തിൽ അതാണ് സൂഫി. ലോകത്ത് വിവിധ തസവുഫിന്റെ ആളുകളുമായിട്ട് അക്കാലത്ത് ജീവിച്ചിരിക്കുന്ന അഹ്ലു തസവുഫിന്റെ ആളുകളുമായിട്ട് അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്നവരാണ്. ജീവിതം നമുക്ക് അറിയില്ല അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയാണ്. അതൊക്കെ ഇങ്ങനെ പബ്ലിക്കിനോട് പറഞ്ഞ് ആ സൂഫി ഈ സൂഫി എന്നും പറഞ്ഞ് നടക്കുന്ന ആ ശൈലിയല്ല. അതൊന്നും മാർക്കറ്റ് ചെയ്യുന്ന ശൈലിയില്ല എന്നർത്ഥം. അതാണ് യഥാർത്ഥ സൂഫി ആക്രമണം. ഞാൻ പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ അദ്ദേഹം സംസാരിക്കൽ കുറവാണ്. ആളുകളുടെ കേൾക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ജീവിതത്തിന്റെ. കുറെ പറയാന്നുള്ളതല്ല, ആവശ്യത്തിന് പുഞ്ചിരിക്കുന്നു മാത്രം. ആളുകൾ പറയുന്നതെല്ലാം കേൾക്കുന്നു. അത് സൂഫിയുടെ പ്രധാനപ്പെട്ട അടയാണ്. നമ്മളൊക്കെ ഒരാളിങ്ങനെ നമ്മളോട് സംസാരിച്ചാൽ ഇജാടൊക്കെ ഞാൻ പറയണേ കേൾക്കുക. കാരണം നമ്മുടെ ശൈലി അങ്ങനെയാണ്. നമ്മൾ പറയാൻ പഠിച്ചവരാണ്, കുറെ കേൾക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ തസവുഫ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യന്റെ കുറെ രീതികളെ തസവുഫ് തൊടുന്നുണ്ട്, അഡ്രസ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെയുള്ള സംസ്കരണ പ്രവർത്തനമാണ് തസവുഫ് നിർവഹിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളാണ് ഉണ്ടാവുക എന്നർത്ഥം. അപ്പൊ നമ്മൾ കുറെ സംസ്കരിക്കപ്പെടാണ്. തസവുഫിന്റെ വഴി നമ്മൾ കാണുമ്പോഴാണ്, ഞാൻ പോകുന്ന വഴി വളരെ മോശമായിരുന്നല്ലോ, ഇങ്ങനെയൊന്നും അല്ലല്ലോ ജീവിക്കേണ്ടത് എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തുന്നത് അവിടെയാണ്. അപ്പൊ ഇൻഷാല്ലാഹ് ഇതാണ് ഇഹ്യാഉൽ ഉലൂമിന്റെ ശൈലി. വലിയ കിതാബാണ്. പക്ഷെ നമ്മൾ ആ വലിയ കിതാബല്ല നമ്മൾ പഠിക്കും. ഗസാലി ഇമാം തന്നെ അദ്ദേഹത്തിന്റെ ഇഹ്യാഉൽ ഉലൂം ചുരുക്കി. സാധാരണ ഗ്രന്ഥങ്ങളൊക്കെ ചുരുക്കാറുള്ളത് മറ്റുള്ളവരാണ്. ഒരു ഇമാം ഒരു ഗ്രന്ഥം എഴുതും, പിൽക്കാലത്ത് പിന്നെ ആ ഗ്രന്ഥത്തിന്റെ വലുപ്പവും
അത് പഠിക്കാനുള്ള പ്രയാസമൊക്കെ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരെന്ത് ചെയ്യും, ആ ഗ്രന്ഥം ചുരുക്കും. അങ്ങനെയുള്ള കുറെ കിതാബുകൾ കാണാം വിവിധ വിജ്ഞാന ശാഖകൾ. എന്നാൽ ഇഹിയ ചുരുക്കിയതും ഗസാലി ഇമാം തന്നെയാണ്. യാത്രയിലും മറ്റുമൊക്കെ ആളുകൾക്ക് കൊണ്ടുനടക്കാൻ സൗകര്യപ്പെടുന്ന രീതിയിൽ ആദ്യം ഉണ്ടാക്കിയ ഇഹിയ കുറെ വാല്യങ്ങളുണ്ട്. അപ്പൊ യാത്രയിലും മറ്റൊന്നും കൊണ്ടുനടക്കാൻ കഴിയില്ല. അപ്പൊ അതിനൊക്കെ സാധ്യമാകുന്ന രീതിയിൽ യഹ്യാ ഉലൂമുദ്ദീനിലെ സത്തകൾ മാത്രം എടുത്തു വെച്ചുകൊണ്ട് അദ്ദേഹം അതിനൊന്ന് ഇഖ്തിസാർ ചെയ്തൊന്ന് ചുരുക്കി. അതാണ് മുഖ്തസർ ഇഹ്യാ ഉലൂമുദ്ദീൻ. ഇതാണ് നമ്മൾ പഠിക്കുന്ന ഗ്രന്ഥം. മുഖ്തസർ ഇഹ്യാ ഉലൂമുദ്ദീനാണ് നമ്മൾ പഠിക്കുന്നത്. ഈ കിതാബ് എല്ലാവരുടെയും കയ്യിൽ എത്തിയിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലെ നിശ്ചിത ഭാഗങ്ങൾ, നമ്മൾ കുറെ ഭാഗങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, ക്ലാസ് എടുക്കുമ്പോൾ കൂടെ പറയാം. അത് നമുക്ക് പഠിച്ചു പോകാം. സമയമുണ്ടെങ്കിൽ മറ്റു ഭാഗങ്ങൾ നമ്മൾ അവസാന സമയത്ത് പിന്നെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ നോക്കുകയും ചെയ്യാം. ഏതായാലും ഇൻഷാ അല്ലാഹ് ആ രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇമാം ഗസാലി തങ്ങൾ അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ ജന്മനാടായ തൂസിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം വഫാത്താകുന്നത്. 505 അഥവാ 55 വയസ്സാണ് അദ്ദേഹം ജീവിക്കുന്നത്. 450 ജനിച്ച് 505 അദ്ദേഹം വഫാത്താവുകയാണ്. അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടുള്ള ആളുകൾ അവസാന സമയം അദ്ദേഹത്തോട് ഞങ്ങളോട് എന്തെങ്കിലും വസിയത്ത് ചെയ്യുമോ എന്ന് പറയുന്നൊരു സന്ദർഭം. എന്തെങ്കിലും ഒന്ന് വസിയത്ത് ചെയ്യുമോ അവസാന നിമിഷം ഞങ്ങളോട്. അദ്ദേഹത്തിന്റെ വസിയത്ത് ഒരേ വസിയത്തായിരുന്നു, അലൈക ബിൽ ഇഖ്ലാസ്, അലൈക ബിൽ ഇഖ്ലാസ്, അലൈക ബിൽ ഇഖ്ലാസ്. അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ വഫാത്ത് വരെ, അദ്ദേഹത്തിന്റെ ശ്വാസം നിലക്കുന്നത് വരെ ഈ ശിഷ്യന്മാരായ ആളുകളോട് അലൈക ബിൽ ഇഖ്ലാസ്, നിങ്ങൾ ആത്മാർത്ഥതയെ മുറുകെ പിടിക്കണം എന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനം വരെ സംസാരിച്ചത്. വേറൊന്നും പറയാനില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തസവ്വുഫിന്റെ ആകത്തുകയാണ് ആ വാക്ക്, അലൈക ബിൽ ഇഖ്ലാസ്. നമ്മുടെ സകലമാന കർമ്മം നമുക്ക് പഠിക്കാനുള്ള വിഷയമാണ്. അതാണ് ഏത് കാര്യത്തിലും വേണ്ടത്. നമ്മളിപ്പോ ഈ കൂടുന്ന കൂടൽ നമ്മൾ ഗൂഗിൾ മീറ്റിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ആയിരിക്കണം. ഇല്ലെങ്കിൽ ഇതൊക്കെ വെറുതെയാണ്, അല്ലെങ്കിൽ ഈ യുദ്ധങ്ങളൊക്കെ വെറുതെയാണ്. ആത്മാർത്ഥതയില്ലാത്ത എല്ലാ കാര്യങ്ങളും നിഷ്ഫലായി. ഇതാണ് ഗസാലി ഇമാം തന്റെ അവസാന സമയത്തും പറഞ്ഞ വസിയത്ത്, അലൈക ബിൽ ഇഖ്ലാസ്. തസവ്വുഫിന്റെ ആകത്തുകയും അത് തന്നെയാണ് അലൈക ബിൽ ഇഖ്ലാസ്. അതുകൊണ്ട് ആ സന്ദേശമാണ് നിങ്ങളോടും ഈ ക്ലാസിന്റെ തുടക്കത്തിന്റെ അവസാനത്തിലും പറയാനുള്ളത്, അലൈക ബിൽ ഇഖ്ലാസ്. ഇൻഷാ അല്ലാഹ് ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ ക്ലാസ് പോലെ വോയിസുകളായിട്ട് വിട്ടുതരാം. ആഴ്ചയിൽ 3-4 പീരീഡ് ഇൻഷാ അല്ലാഹ് ചെയ്യാം. ഇനി നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കലായിട്ടുണ്ടാവുക. ഏകദേശം ആമുഖങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നേരെ നമ്മൾ ക്ലാസ് തുടങ്ങും. നിങ്ങൾക്ക് നൽകപ്പെട്ട കിതാബിലെ 1-ാമത്തെ പാഠം 18-ാം പേജിൽ കിതാബുൽ ഇൽമ് അൽബാബുൽ അബ്വലുൽ ഇൽമി വത്തഅല്ലും ഉണ്ടാവും. അവിടുന്ന് മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. നിശ്ചയിക്കപ്പെട്ട ബാബുകളാണ്. അത് ആ സമയത്ത് ക്ലാസ് എടുക്കുമ്പോൾ പറയാം, ഒന്നായിട്ട് പറഞ്ഞിട്ട് മനസ്സിലാവരുത്. അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ് ഇൽമിന്റെ ബാബായിരിക്കും തുടങ്ങുക. എല്ലാവരെയും പ്രത്യേകം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്.